സാർ, നമുക്കറിയാം, നമ്മുടെ രാജ്യം ഒരു പുതിയ ഭേദഗതിയിലേക്ക് കിടക്കുകയാണ്. ഒന്ന് വനിതാ സംവരണ ബില്ല്, അതോടൊപ്പം തന്നെ നമ്മുടെ ലോക്സഭാ സീറ്റുകൾ വൻതോതിൽ വർദ്ധിക്കാൻ പോവുകയാണ്. അപ്പോൾ പ്രതിപക്ഷം ആരോപിക്കുന്നത് ഇന്ത്യ എന്നും BJP ഭരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു നീക്കമാണ് അതെന്നാണ്. അതിൽ യാഥാർത്ഥ്യമുണ്ടോ അതിന് പിന്നിൽ? നല്ല സമയത്താണ്. ഇപ്പൊ ഏതാണ്ട് 11 മണി കഴിഞ്ഞ് 12-13 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ സമയത്ത് ആ ബില്ല്, ഭരണഘടനാ ഭേദഗതി ബില്ല് ഇതാ സഭയിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുകയാണ്. നിയമമന്ത്രി കിരൺ റിജ്ജു ആണ് ആ ബില്ല് കൊണ്ടിരുന്നത്. ഇത് അവതരിപ്പിക്കാൻ പോവുകയാണ്. ബില്ല് ഇപ്പൊ ഏതാനും മിനിറ്റുകൾക്കകം സഭയിൽ വരും. അപ്പൊ ആ ഭരണഘടനാ ഭേദഗതിയാണ്. അപ്പൊ സഭയുടെ 2/3 അംഗങ്ങളുടെ ഭൂരിപക്ഷം ഉണ്ടെങ്കിലേ ബില്ല് പാസ്സാകുകയുള്ളൂ. അങ്ങനെയും ഒരു പ്രത്യേകതയുണ്ട്. 2/3 അംഗങ്ങൾ വേണം. നിലവില് BJPക്ക് അതിനുള്ള ഭൂരിപക്ഷമില്ല, കേവല ഭൂരിപക്ഷമില്ല. അതായത് NDA സഖ്യത്തിന് അങ്ങനെ 2/3 ഭൂരിപക്ഷമില്ല. ഈ 2 സഭകളും കടന്നു വരണം. ലോക്സഭ കടന്നു വരണം, രാജ്യസഭ കടന്നു വരണം, അതോടൊപ്പം തന്നെ സംസ്ഥാനങ്ങളും പാസ്സാക്കണം. എല്ലാ സംസ്ഥാനങ്ങളുടെ ഭൂരിപക്ഷവും വേണം. അത് BJPക്ക് ഉണ്ട്. സംസ്ഥാനങ്ങളുടെ ഭൂരിപക്ഷം BJPക്ക് ഉണ്ട്. പക്ഷെ ലോക്സഭയിലും രാജ്യസഭയിലും ബില്ല് കടന്നു വരണം. ഇപ്പൊ നിർണായക ഭേദഗതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇത് എത്രയോ വർഷങ്ങളായിട്ടുള്ള ആവശ്യമാണെന്നറിയാം. ഈ വനിതകൾക്ക് നമ്മുടെ സഭകളിൽ, പാർലമെന്ററി സഭകളിൽ 33% സംവരണം അവർക്ക് കൊടുക്കണമെന്നുള്ളത് വർഷങ്ങളുടെ പഴക്കമുള്ള നിയമമാണ്. അപ്പൊ അത് നമ്മുടെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് ഇത് നിശ്ചയിക്കേണ്ടതെന്ന് പറയും. ലോക്സഭാ മണ്ഡലങ്ങളുടെ പുനഃസംഘടന വേണ്ടത് പിന്നെ ഇതിന്റെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലും വേണം. ഇത് രണ്ടുമാണ് ഈ ബില്ലിലെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടെ ചേർന്ന് വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷ കക്ഷിയുടെ പ്രശ്നം. അപ്പൊ ഈ മണ്ഡല പുനർനിർണയവും അതോടൊപ്പം തന്നെ വനിതകൾക്കുള്ള സംവരണവും, ഇത് രണ്ടും കൂടെ ഒന്നിച്ച് കണക്ട് ചെയ്ത് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത് അവരുടെ ചില രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കുന്നതിനും 2029 വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് സർവാധിപത്യം സ്ഥാപിക്കുന്നതിനും അതിനു വേണ്ടിയിട്ടാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ അവർ സഭയിൽ നിന്ന് എടുക്കാൻ പോകുന്ന നിലപാടാണ്. അപ്പൊ ഇതിനെ രണ്ടിനെയും കൂടെ കണക്ട് ചെയ്ത് അത് ആ ബില്ല് നടപ്പാക്കാൻ കഴിയുമോ? അല്ല, അത് നമ്മൾ നോക്കണം. ബില്ല് ആദ്യം സഭയിൽ വരട്ടെ. ബില്ല് ആദ്യം സഭയിൽ വന്ന ശേഷം അംഗങ്ങളുടെ നിലപാടൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം. ഇപ്പൊ തൃണമൂൽ കോൺഗ്രസ് ഇക്കാര്യത്തിലൊന്നും വ്യക്തമായ നിലപാട് പറഞ്ഞിട്ടില്ല. അവരുടെ നിലപാട് എന്തായിരിക്കും? അവരൊരു പക്ഷെങ്കിലും വോട്ടെടുപ്പ് മാറി നിൽക്കുമോ? അവര് മാറി നിന്നാൽ മാത്രം കാര്യമാകുന്നില്ല. തൃണമൂൽ കോൺഗ്രസ് മാത്രം മാറി നിന്നാൽ കാര്യമാകുന്നില്ല. കാരണം ഇവർക്ക് കേവല ഭൂരിപക്ഷമില്ലാണ്ട് 292 ഉള്ളൂ. അതിൽ ഏതാണ്ട് 70 സീറ്റുകളുടെ കുറവോ മറ്റോ ആണ്. 70 അംഗങ്ങളുടെ കുറവാണ് ഇപ്പം നിലവിൽ 3/2 ഭൂരിപക്ഷത്തിന് ലോക്സഭയിൽ വേണ്ടത്, ഉള്ളത് BJPക്കുള്ളത്. 70 അംഗങ്ങളുടെ കുറവാണ് അവർക്കുള്ളത്. രാജ്യസഭയിലും അതുപോലെ ഉണ്ട്. 32-35 പേരുടെ കുറവ് വരുന്നു. അപ്പൊ ഇതെങ്ങനെ പരിഹരിക്കും? അപ്പൊ ഇത് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പറയുന്ന ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ വനിതകൾക്ക് സംവരണം കൊടുക്കണം, സ്ത്രീകളുടെ അനുപാതം 33% ആക്കണം എന്ന് പറഞ്ഞാൽ സഭയിലെ ഇപ്പൊ 543 പേരുണ്ടെന്നുണ്ടെങ്കിൽ അത് 33% സ്ത്രീകളെ കൊണ്ടുവരണം. അത് സംസ്ഥാന നിയമസഭകളിലും കൊണ്ടുവരണം കേട്ടോ. സംസ്ഥാന നിയമസഭകളിലും അപ്രാതിനിധ്യം കൊണ്ടുവരണമെന്നുള്ളതാണ്. സ്ത്രീകളെ കൂടുതൽ സീറ്റുകൾ കൊടുക്കണമെന്നുള്ളത്. നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയുടെ അവസ്ഥയൊക്കെ അറിയാമല്ലോ, അർജുൻ അറിയാമല്ലോ. ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് അതിനെ സംബന്ധിച്ചിട്ടുള്ളത്? ഇത് എന്തുകൊണ്ടാണ് നടക്കാത്തത്? നമ്മൾ പറയത്തില്ല ഇത് നടക്കുകയാണ്. ചിലർ പറയും, തമാശ പറയും, കാക്ക മലന്ന് പറക്കും എന്നൊക്കെ പറയും, ഇല്ലേ? നമുക്കറിയാം ഇനി എന്തായാലും 2-3 ദിവസം, ഈ ശനിയാഴ്ചയാണ് ബില്ലിന്റെ വോട്ടെടുപ്പോ മറ്റോ വരുന്നെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ 2-3 തിങ്കളാഴ്ച വരുമായിരിക്കും. അപ്പൊ ആ സമയത്ത് നമ്മൾ വെളിയിലേക്ക് നോക്കിയിരുന്നാൽ മതി, കാക്ക വല്ലതും മലന്ന് പറക്കുന്നുണ്ടോ എന്നുള്ളത് അറിയാം. ഒരിക്കലും സംഭവിക്കുമെന്നുള്ള ഒരു വിശ്വാസം ഇപ്പോഴും നമുക്കൊരു ശുഭാപ്തി വിശ്വാസമുണ്ട് ഇക്കാര്യത്തിൽ. കാരണം ആളുകൾക്ക് അതിന് താല്പര്യമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതിനകത്തിൽ എങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ആർക്കും എന്നേ ചെയ്യാമായിരുന്ന കാര്യമാണ്. പറയുമ്പം വലിയ സ്ത്രീ ശാക്തീകരണം, നാരി ശക്തി എന്നൊക്കെ നമ്മൾ പറയുമെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ കുറച്ചൊരു ആത്മാർത്ഥത അത് കാണിച്ചത് BJP ആണ് കേട്ടോ. BJP ആണ് കാണിച്ച് അവർ ബില്ല് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അതിനെയും വിമർശനം വന്നിരിക്കുന്നത് ഇവർ ഈ ബില്ല് കൊണ്ടുവന്നത് ഇവരുടെ ചില അജണ്ട നടപ്പാക്കാനെന്നുള്ള മട്ടിലാണ്. സ്ത്രീ ശാക്തീകരണം അല്ലെങ്കിൽ വനിതാ സംവരണത്തിന്റെ പേരില് അവര് മണ്ഡലം പുനർനിർണയിച്ചുകൊണ്ട് അവർ വടക്കേ ഇന്ത്യ പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണമാണ്. എന്തായാലും ബില്ല് വരട്ടെ. ബില്ല് വന്നു കഴിഞ്ഞാൽ 33% സംവരണത്തെ ആർക്കും എതിർക്കുന്നില്ലെന്നാണ് പറയുന്നത്. ഇപ്പൊ ആരോട് ചോദിച്ചാലും, ഏത് MPയോട് ചോദിച്ചു നോക്കുക, ഭരണപക്ഷ MPയോട് ചോദിച്ചാലും ശരി, പ്രതിപക്ഷ MPയോട് ചോദിച്ചാലും പറയും ഞങ്ങൾ ഇതിനെ എതിർക്കുന്നില്ലേ, വനിതകൾ കൊടുക്കണം, ന്യായമായ കാര്യമാണ്. എല്ലാ കക്ഷികളും ഒറ്റക്കെട്ടായിട്ട് പറയുകയാണ്. പക്ഷെ നമ്മൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്തു നോക്കാം. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെ കൂടെ 15% വനിതകൾക്ക് സീറ്റ് കൊടുത്തിരിക്കുന്നത്. ഈ പറയുന്ന കക്ഷികളാണ് ന്യായം പറയുന്നത്.
ഈ ഇന്ന് പ്രധാനപ്പെട്ട 15 16 LDF ആണെന്ന് തോന്നുന്നു. LDFന് 18% മറ്റോ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ട്. എന്നാലും പകുതിക്ക് താഴെയാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നിപ്പോ ഇതിനെ എതിർക്കുകയാണ്. ഇവർക്ക് പറയുമ്പോൾ ശരിയാണ്, പറയുമ്പോൾ ഞങ്ങൾ വനിതകൾക്ക് സീറ്റ് കൊടുക്കാൻ തയ്യാറാണ്, ഞങ്ങളുടെ കക്ഷി വനിതകളുടെ വനിതകളാണല്ലോ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്തത്, അപ്പൊ അതുകൊണ്ട് പ്രാതിനിധ്യം ഉള്ളതാണെന്നൊക്കെ പറയാം. പക്ഷെ ഏത് നേതാക്കന്മാരുണ്ട്? വനിതകൾ എത്ര നേതാക്കന്മാർ വളർന്നു വന്നിട്ടുണ്ട് ഇതിനകത്ത്? കാലാകാലങ്ങളായിട്ട് കുറച്ച് നേതൃത്വം വളർന്ന് അവർ വൃദ്ധ നേതൃത്വമായി എന്നുള്ളതല്ലാതെ ഓരോ രാഷ്ട്രീയ പാർട്ടിയും നമ്മുടെ അടുത്ത് പരിശോധിച്ച് നോക്കുക, അങ്ങനെയല്ലേ സംഭവിച്ചിരിക്കുന്നു. ഇപ്പൊ ഈ ബില്ല് പ്രശ്നമാകാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പം പ്രതിപക്ഷ കക്ഷികളുടെ നിലപാടെന്ന് പറയുന്നത് മണ്ഡല പുനർനിർണയീകരണം ഉടനെ വേണ്ട, 2011 ജനസംഖ്യാടിസ്ഥാനത്തിൽ ചെയ്യണ്ട എന്നുള്ളതാണ് അവരുടെ നിലപാട്. അങ്ങനെ പുനഃസംഘടന വേണ്ട. പുതിയ സെൻസസ് നടക്കുന്നുണ്ടല്ലോ, അത് അടുത്ത വർഷം പൂർത്തിയാകും, 27-28 മുമ്പ് അത് പൂർത്തിയാകും. എന്നിട്ട് ആ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ മണ്ഡലം പുനർനിർണയിക്കാമെന്നാണ് അത് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ 29 തെരഞ്ഞെടുപ്പ് നടപ്പാക്കാമല്ലോ എന്നും പറയുന്നുണ്ട്. അപ്പൊ കുറച്ചുകൂടെ നീട്ടിക്കൊണ്ട് പോട്ടെ, 1-2 കൊല്ലം നീട്ടിക്കൊണ്ട് പോട്ടെ, അതിനിടയിൽ വരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളും പരിശോധിക്കാമെന്നായിരിക്കും അവർ കരുതുന്നത്. പക്ഷെ ഗവൺമെന്റ് അങ്ങനെയല്ല. ഗവൺമെന്റ് എടുത്തിരിക്കുന്ന തീരുമാനം 2011 പൂർത്തീകരിച്ച സെൻസസിന്റെ അടിസ്ഥാനത്തിൽ മണ്ഡലം പുനർനിർണയിക്കുക. അങ്ങനെ പുനർനിർണയിക്കുമ്പോൾ ഇത് ഏതാണ്ട് ഒരു 1000-1000-ത്തിനടുത്ത് വരും, 1000-ത്തിനടുത്ത് മണ്ഡലങ്ങൾ ഉണ്ടാകണം എന്ന് പറയാം. ഇപ്പൊ നമുക്ക് 543 ഉള്ളൂ. 543 ഉയർത്തേണ്ടി വരും. കാരണം ജനസംഖ്യ അതുപോലെ കൂടി. ഉത്തരേന്ത്യയിലാണ് അത് വർദ്ധിക്കുന്നത്. അത് സ്വാഭാവികമാണ്. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ എത്ര ലോക്സഭാ സീറ്റ് ഉണ്ട്? കേരളത്തിൽ 20 ലോക്സഭാ സീറ്റേ ഉള്ളൂ. അതാണ് നമ്മുടെ ജനസംഖ്യ. നമ്മുടെ ജനസംഖ്യാ നിയന്ത്രണങ്ങളും മറ്റു കാര്യങ്ങൾ കൊണ്ടും കേരളം അങ്ങനെ ചെറിയ സ്റ്റേറ്റുമാണ്. അപ്പൊ 20 സീറ്റുകളേ ഉള്ളൂ. പക്ഷേ ഉത്തർപ്രദേശിൽ 80 ലോക്സഭാ സീറ്റ്. അതായത് നമ്മുടെ 4 ഇരട്ടിയാണ് അവിടെ. 4 ഇരട്ടി ലോക്സഭാ സീറ്റ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ആനുപാതികത്തിന് ശരിയല്ല നമുക്ക് പറയാൻ പറ്റുമോ? ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെയാണ് നമ്മുടെ ഭരണഘടന നിശ്ചയിച്ചിരിക്കുന്നത്. ജനസംഖ്യ ആനുപാതികമായിട്ട് കൊണ്ട് 10 ലക്ഷം പേർക്ക് ഒരു മെമ്പർ എന്നുള്ള മട്ടിൽ വേണമെന്നായിരുന്നു. ഇപ്പൊ ഏതാണ്ട് അത് എത്ര വന്നിരിക്കുന്നത്? ഇപ്പൊ 15 ലക്ഷത്തിനും 16 ലക്ഷത്തിനും ഒരു മെമ്പർ പോലും ഇല്ലാത്ത സ്ഥിതിയിലേക്കാണ് കിടക്കുന്നത്. അപ്പൊ അത് മാറ്റണമെന്നാണ് പറയുന്നത്. ഇപ്പൊ പ്രതിപക്ഷ അത് ന്യായവുമാണ്. ജനങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ കിട്ടണം, അതിനനുസരിച്ചുള്ള ആനുകൂല്യങ്ങൾ അതായത് സംസ്ഥാനങ്ങൾക്ക് കിട്ടണം, അത് ന്യായമാണത്. അപ്പൊ അതിനെ ഇപ്പൊ രാഷ്ട്രീയ കക്ഷികൾ മറ്റു തരത്തിലാണ്. അവര് പറയുന്നത് വടക്കേന്ത്യയിൽ ഇങ്ങനെ സീറ്റ് കൂടിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഉത്തർപ്രദേശ്, രാജസ്ഥാന്, മധ്യപ്രദേശ്, ബീഹാർ ഇങ്ങനെയൊക്കെയുള്ള സംസ്ഥാനങ്ങളിൽ, മഹാരാഷ്ട്രയിലൊക്കെ കൂടിക്കഴിഞ്ഞാൽ ഇതൊക്കെ BJPക്ക് വലിയ ശക്തിയുള്ള സംസ്ഥാനങ്ങളും അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുമാണ്. അപ്പൊ അങ്ങനെ ഇവിടെയൊക്കെയാണ് 200-ലധികം സീറ്റ് കൂടുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ BJPക്ക് അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം ഉണ്ടാക്കുന്നതിനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഈ 4-5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് മാത്രം മതി, അത് വെച്ച് അവർക്ക് വിജയിക്കാവുന്നതാണ് ഒരാരോപണം. അതോടൊപ്പം തന്നെ സൗത്തിനെ എടുക്കുക. സൗത്തിലാണെങ്കിൽ ഇപ്പൊ കേരളം ഇപ്പൊ ആകെക്കൂടെ അവർക്കുള്ളതെന്ന് പറഞ്ഞാൽ ആന്ധ്രയാണ് അവർ സഖ്യകക്ഷികൾ. ബാക്കി 4 സ്റ്റേറ്റുകളും തെലങ്കാനയാണെങ്കിൽ ഇവിടെ എല്ലാം അവർക്ക് സീറ്റുകൾ കുറയും. 60ഓളം സീറ്റുകളെ അവർക്ക് കൂടുന്നുള്ളൂ. അപ്പൊ പ്രപ്പോർഷനായിട്ട് അവർക്ക് കുറയുമെന്നാണ് പറയുന്നത്. പക്ഷെ ഇതിന്റെ പേരിൽ വനിതാ സംവരണ ബില്ലിനെ, ആ ബില്ലിനെ കൂടെ എതിർത്ത് പറഞ്ഞിട്ട് എത്രയോ കാലങ്ങളായിട്ട് കാത്തിരിക്കുകയാണ്. അവര് കാത്തിരിക്കുന്ന, നമ്മുടെ സമൂഹം കാത്തിരിക്കുന്ന നിയമം കൂടെ അട്ടിമറിക്കാനാണെന്നാണ് തോന്നുന്നത്. കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. ഇല്ലെങ്കിൽ നമുക്കത് 2-3 ദിവസം ചർച്ച പൂർത്തിയായ ശേഷം അറിയാൻ പറ്റുമെന്നാണ് എന്റെ ഒരു അഭിപ്രായം.